നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെ ചീപ്പായിട്ട് നമുക്ക് ഒരു VPS എങ്ങനെ ബൈ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ അതിനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് FXS VPS എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നമുക്ക് ഇവിടുത്തെ കുറച്ച് പ്ലാൻസ് കാണാൻ പറ്റും. ചീപ്പ്, അതേപോലെ ബെസ്റ്റ് ഫോറക്സ് VPS, ഡെഡിക്കേറ്റഡ് VPS, അങ്ങനെ കുറച്ച് പ്ലാൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതിൽ ഏറ്റവും ചീപ്പായിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാൻസാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യാം. ഒരു അക്കൗണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഞാനിവിടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ പാസ്വേഡ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാം. നമുക്കിവിടെ പുതിയൊരു അക്കൗണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു വിൻഡോയിലായിരിക്കും വരുന്നത്. നമുക്കിവിടെ അക്സെപ്റ്റ് ഓൾ 6 അഗ്രിമെന്റ്സ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ കൺഫേം ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീപ്പായിട്ടുള്ള ഒരു VPS നമുക്ക് ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ മൈ സെർവേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വന്നിട്ട് ഇവിടെ ഓർഡർ എ ന്യൂ സർവീസ് കൊടുക്കാം. ഇവിടെ കുറച്ച് പ്ലാൻസ് കാണാൻ പറ്റും. നമുക്കിവിടെ കുറച്ച് കാറ്റഗറീസും കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് ചീപ്പ് ഫോറക്സ് VPS പ്ലാൻ ആണ്. അവിടെ നമുക്ക് അൾട്രാ ചീപ്പ് എന്നുള്ളൊരു പ്ലാൻ കാണാൻ പറ്റും. അവിടെ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരു MT4 മാത്രമേ ഇവിടെ റൺ ചെയ്യാൻ പറ്റുള്ളൂ. സിംഗിൾ ഒരു MT4 അല്ലെങ്കിൽ ഒരു സിംഗിൾ ചാർട്ട് മാത്രമായിരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത്. അതേപോലെ തന്നെ ഇവിടെ ഒരു എക്കോ സ്റ്റാർട്ടർ പ്ലാൻ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഒരു MT4 അല്ലെങ്കിൽ ഒരു MT5 ചാർട്ട് നമുക്ക് ഒരു ടെർമിനൽ മാത്രമായിരിക്കും നമുക്ക് ഇവിടെ റൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു എക്കോണമി സോൺ കാണാൻ പറ്റും. അവിടെ നമുക്ക് 2 ടെർമിനലിലൂടെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എക്കോണമി പ്രോയിലാണെങ്കിൽ നമുക്കിവിടെ അതേപോലെ തന്നെ 2 ടെർമിനൽ തന്നെയാണ്, പക്ഷേ അവിടെ സ്പെക്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു പ്ലാനിൽ നിന്നും ഈ ഒരു എക്കോണമി സോൺ എന്ന് പറയുന്ന ഒരു പ്ലാനാണ് ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് $6.99 ഓൾമോസ്റ്റ് മന്ത്ലി ചാർജ് വരുന്നത്. നമുക്കിവിടെ 2 ടെർമിനലാണ് റൺ ചെയ്യാൻ പറ്റുന്നതോടെ അവർ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാൻ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും നോക്കേണ്ടതില്ല. നമുക്ക് ഈ ഒരു ഡിഫോൾട്ട് പ്ലാനിൽ തന്നെ നമുക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ നമുക്കിവിടെ കുറച്ച് പീരീഡ്സ് കാണുന്നുണ്ട്. ബില്ലിംഗ് സൈക്കിൾ മാറ്റാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പക്ഷേ മന്ത്ലി തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കത് ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല. നമുക്കിവിടെ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഐ അക്സെപ്റ്റ് ഓൾ എന്ന് പറയുന്നൊരു ബട്ടൺ, നമുക്കിവിടെ പേയ്മെന്റ് ഇന്ത്യയിലോട്ട് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് പേയ്മെന്റ് മെത്തേഡ് കാണാൻ പറ്റും. USDT വഴി ചെയ്യാൻ പറ്റും, അതേപോലെ പേയ്പാൽ വഴി ചെയ്യാം, അതേപോലെ UPI മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ UPI മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചെക്കൗട്ട് കൊടുക്കുകയാണ്. ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് മന്ത്ലി വരുന്ന ചാർജ്. പിന്നെ ഈ ഒരു എമൗണ്ട് ഒന്ന് പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഇവിടെ ഞാൻ UTR നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. 12 ഡിജിറ്റ് വരുന്ന ട്രാൻസാക്ഷൻ ID ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാനിവിടെ UTR നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഐ ഹാവ് പെയ്ഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഇമെയിൽ ആയിട്ട് കൺഫർമേഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇവിടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്ലയന്റ് ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം. ഓൾറെഡി നമുക്കൊരു മെയിലും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ സർവീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ചീപ്പ് ഫോറക്സ് VPS പ്ലാൻ എക്കോണമി സോൺ ഇവിടെ ആക്റ്റീവ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അക്കൗണ്ട് ഇവിടെ റെഡി ആകുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഇമെയിലും വന്നിട്ടുണ്ടാവും. ആ ഇമെയിലിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള RDP അഡ്രസ്സും അതേപോലെ യൂസർ നെയിമും പാസ്വേഡും വന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്കൊരു ഡൗൺലോഡ് RDP ഫയൽ എന്ന് പറയുന്നൊരു ഫയൽ കാണാം. അതല്ലാതെ തന്നെ നമുക്ക് മാനുവലി നമുക്കൊന്ന് ലോഗിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്കിവിടെ സ്റ്റാർട്ടിൽ പോയതിന് ശേഷം RDP എന്ന് ടൈപ്പ് ചെയ്യാം. RDP റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ. ശേഷം നമുക്കിവിടെ കമ്പ്യൂട്ടർ സെക്ഷനിൽ നമുക്കിവിടെ ഒരു അഡ്രസ്സ് കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്കിവിടെ മെയിലിൽ നിന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. RDP അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ,
എന്തെങ്കിലും സ്പേസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ അഡ്രസ്സ്. അതേപോലെ ഇവിടെ ഷോ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ യൂസർ നെയിം കൊടുക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിനെ കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. ഇതേപോലെ എന്തെങ്കിലും അഡീഷണൽ സ്പേസ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് റിമൂവ് കൊടുത്താൽ മതി. ഓക്കെ, ശേഷം കണക്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ടാവും. നമുക്കവിടെ ഈ ഒരു പാസ്വേഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇവിടെ ഒരു വിൻഡോ ഇങ്ങനെ ചോദിക്കും. അവിടെ ഡോണ്ട് ആസ്ക് മീ അഗൈൻ എന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം യെസ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ VPS ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു MT5 ടെർമിനലിൽ നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു MT5 ടെർമിനൽ ഇവിടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. നമുക്ക് അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ ബ്രോക്കർ ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ബ്രോക്കർ മാനുവലി ലോഗിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു XNS ബ്രോക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ XNS എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബ്രോക്കർ കാണിക്കും. ഇവിടെ നമുക്ക് XNS ടെക്നോളജീസ് ലിമിറ്റഡ് എന്നുള്ളൊരു ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നമുക്കിതിന്റെ പെർഫോമൻസ് കുറച്ച് സ്ലോ ആയിരിക്കും, കാരണം നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്പെക്കാണ് ഇവിടെ ബൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു MT5ന്റെ അപ്ഡേറ്റ് ആണ്. നമ്മൾ നിലവിൽ വേണമെന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ലേറ്റർ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ കണക്ട് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ട്രേഡ് അക്കൗണ്ട്. നമുക്ക് ഓൾറെഡി നമ്മുടെ MT5 അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ലോഗിൻ IDയും പാസ്വേഡും സെർവറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ഫിനിഷ് കൊടുക്കാം. ഓക്കെ, എൻ്റെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രേഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ചെയ്യാനുണ്ട്. കുറച്ച് ടാബ് ഇവിടെ ഓൾറെഡി ഓപ്പൺ ആയിരിക്കുന്നതാണ്. നമുക്ക് എല്ലാം ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പെയർ ട്രേഡ് ചെയ്യേണ്ട പെയർ ഇവിടെ കൊടുക്കാം. XAUSD കൊടുക്കാം. ശേഷം എൻ്റർ കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തതിന് ശേഷം ചാർട്ട് വിൻഡോ കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു സിംഗിൾ MT5 അക്കൗണ്ട് മാത്രം, ആ ഒരു ചാർട്ട് മാത്രം, ആ ഒരു പെയർ മാത്രം നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കിവിടെ ടൈം ഫ്രെയിം ചൂസ് ചെയ്ത് കൊടുക്കാം, ഏത് ടൈം ഫ്രെയിമിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ നമുക്ക് വ്യൂ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഓൺ ആക്കേണ്ടത്. ഇവിടെ നമുക്ക് ടൂൾ ബോക്സ് ഓപ്പൺ ആക്കാം. ഇവിടെയാണ് നമ്മുടെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ VPS ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അൽഗോ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റൺ ചെയ്യാവുന്നതാണ്.